നമ്മളിവിടെ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ചാർജിങ് AC ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇല്ലേ? പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ ബൂട്ട് ക്യാപ്പ് ഉണ്ടാകും. ബൂട്ട് ക്യാപ്പിൻ്റെ ഒരു സൈഡ് 4 വോൾട്ടേജ് നേരെ ഡബിൾ ആയിട്ട് അപ്പുറത്തോട്ട് വരും എന്നുള്ള പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട് ഇവിടെ ഇല്ലേ? അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ഇതാ ബൂട്ട് ക്യാപ്പ്. ബൂട്ട് ക്യാപ്പ് എത്രാമത്തെ ഇതാ 45. നേരെ ഇവിടെ വരാം, സോറി അതിലല്ല ഇതിൽ വരാം, 45 സെലക്ട് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് ആ കപ്പാസിറ്റർ ഉള്ളതെന്നുള്ളത് കാണിച്ചു തരും. ഇതാ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അതാ കോയിലിൻ്റെ നേരെ താഴോട്ട് ഇതാണ് ആ കപ്പാസിറ്റർ. അതിൻ്റെ ഒരു സൈഡ് 4 വോൾട്ടേജും അതിൻ്റെ നേരെ അപ്പുറത്തെ ഡബിൾ വോൾട്ടേജ്. അതാണ് ബൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. കാരണം ചാർജിങ് AC ഓക്കെ ആണെങ്കിൽ എന്ത് കാണിക്കണം? അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വോൾട്ടേജ് കാണിക്കണം. ഒരു സൈഡ് 7.something വോൾട്ടേജ്, മറ്റേ സൈഡ് എത്ര കാണിക്കുന്നത്? 2.9 വോൾട്ടേജ് VPH വോൾട്ടേജാണ്. അപ്പോൾ എന്തൊക്കെയാണ്? VPH ട്രാക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് എന്താ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തന്നെ നമുക്ക് എന്താ ചെക്ക് ചെയ്യാനുള്ളത്? കോയിലാണ് VPH ജനറേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി VPH വരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആയി. കാരണം നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ VPH ഓക്കെ എന്ന് മനസ്സിലായി ഇല്ല? നെക്സ്റ്റ് നമ്മൾ ഇതിലെന്താ ചെക്ക് ചെയ്യേണ്ടത്? കോയിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ ഇൻ ഔട്ടും കിട്ടും. പക്ഷെ കോയിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാവില്ല. ഉണ്ടാവില്ല. കോയിലിന് ഇപ്പുറത്തോണം ചെക്ക് ചെയ്ത് നോക്കാം. കോയിൽ ഇപ്പുറത്തോണം ഇപ്പുറത്തും ചെക്ക് ചെയ്യുക. ഓൾറെഡി ഓക്കെ ആണോ നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് ഇതാ കോയിലിന് ഇപ്പുറത്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോയിലെടുത്ത് ഇതാണ് സ്വിച്ചിങ് ലൈൻ വരുന്ന ട്രാക്ക്. അവിടെയാണ് നമ്മൾ എന്ത് വന്നിട്ടുള്ള ബൂട്ട് ക്യാപ്പ് കണക്ട് ചെയ്തിട്ട്. ഇപ്പുറത്തെ സൈഡ് നേരെ കപ്പാസിറ്റർ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല ആ മേലുള്ള കപ്പാസിറ്റർ എന്താ 2.9 ഓക്കെ. കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഷോർട്ട് ആയാലാ? ബൂട്ട് ക്യാപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു സൈഡ് വോൾട്ടേജ് അതേ വോൾട്ടേജ് തന്നെ അപ്പുറത്തെ സൈഡ് ഉണ്ട്, ഹൈ ആവില്ല. ഇതിപ്പോൾ ഒരു സൈഡ് വോൾട്ടേജിൻ്റെ നേരെ ഡബിളാണ് അപ്പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? കോയിൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു സൈഡ് ഉണ്ടാവും, ഒരു സൈഡ് ഉണ്ടാവില്ല. പിന്നെ സ്വിച്ചിങ് നടക്കുന്നുള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക് അവിടെ ഹൈ വോൾട്ടേജ് കിട്ടുന്നുള്ളത്. നമ്മളൊരു വോൾട്ടേജ് ചെക്ക് ചെയ്തില്ലേ? ഇതാ സ്വിച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ. സ്വിച്ചിങ് ചെക്ക് ചെയ്യുന്നത് DSOലാണ്. നെക്സ്റ്റ് നമ്മളിവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നലെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച സെറ്റാണ് ഇത് അല്ല? ഈ പാത്ത് ഓർമ്മ വേണ്ട? ഡി ബാറ്റ്